ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞങ്ങളിവിടെ സുഖമായി പോകണം, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പ് ഇട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇത് വീണ്ടും ഇടാൻ കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണല്ലോ. അപ്പോൾ നമുക്കത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പിന്നെ ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞേക്കാണ്ട് വീണ്ടും അത് ഇട്ടതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ സംഭവിക്കുന്നത്. എന്താ ഉണ്ടായെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി മോള് കുപ്പായിടാതെ കണ്ടിന്ന് അതെന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം മ്യൂസിക് എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് ആട്ടോ കാണിക്കൽ. ഇത് റിമൂവ് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെ എഴുതി കാണിക്കുകയാണ്. അപ്പോൾ ഇനി ചാനലിന് തന്നെ പ്രശ്നമാകുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിലീറ്റാക്കി കളഞ്ഞാൽ നമുക്ക് പിന്നെ വീഡിയോ എടുത്തതുണ്ടായിട്ട് പിന്നെ അത് ഇടാൻ പറ്റാതെ ഡിലീറ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണല്ലേ. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും പോയിൻറ്റോ വ്യൂസോ അങ്ങനെയൊന്നുമല്ല. പിന്നെ എന്തെങ്കിലും ഒരു സമയത്ത് നമ്മളെ ഈ അനുഭവങ്ങളൊക്കെ കാണാനും ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമാണ് ഈ കാര്യങ്ങൾ. ഇപ്പോൾ പ്രശ്നം വന്നപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ട് വീണ്ടും അതന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ രാവിലെ നീച്ചിട്ട് മുറ്റടിക്കലും അതുപോലെ അകടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാണ്ട് വന്നിട്ടോ. കുറച്ച് തിരുമ്പാണ്ടായിരുന്നു, അതൊക്കെ തിരുമ്പിട്ട് എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞാണ്ട് നേരെ അടുക്കളയൊക്കെ വന്നിട്ട് ആദ്യമൊക്കെ മോളുവിന് കുക്കറിൽ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീച്ച് വന്നതിൻ്റെ ശേഷം ഒരു കാല് ചായ മാത്രം കുടിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ കഞ്ഞി വെച്ചിങ്ങാണ്ട് പിന്നെ നേരെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഒരു കഞ്ഞിയായിട്ട് കൊടുക്കലാട്ടോ. പിന്നെ ഓള് പിന്നെ ഒന്നും കഴിക്കൂല. അപ്പോൾ ചായയും കടിയും ഒന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അസർക്ക് ശേഷമാണ് കേട്ടോ. പിന്നെ ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടാക്കണില്ല. അപ്പം ഇന്ന് എന്തെങ്കിലും ഒരു സ്നാക്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് നോമ്പറക്കുന്ന സമയത്തായിട്ട് പിന്നെ കിടക്കുന്ന സമയത്ത് ചോറ് തിന്നാന്നൊക്കെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കടിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കണില്ല. അപ്പോൾ അതിൽ എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് നന്നായി കഴുകിയിട്ട് നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുത്തിരുന്നത്. അതിക്ക് മുളക് പൊടിയല്ല കേട്ടോ, സോറി, മഞ്ഞൾപ്പൊടിയല്ല, കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടുകൊണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് മോമോസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള മയോണൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനൊരു ഉരുളൻകിഴങ്ങ് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തൊലി കളഞ്ഞിങ്ങാണ്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്കൊരു 4 സ്പൂണോളം കുരുമുളകും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു മുറി ചെറുനാരങ്ങൻ്റെ ഇതായിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുന്നത് 1 സ്പൂണോളം മതി. അപ്പോൾ ഇത് പച്ചായ കാരണം തന്നെ പിഴിഞ്ഞിട്ടുണ്ട് കിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ മസിൽ പിടിച്ച് പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 1 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് പിന്നെ വിനാഗിരി ആണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടല്ലോ, മുട്ട പുഴുങ്ങിയിട്ടുണ്ടാക്കുന്ന മയോണൈസും പുഴുങ്ങാതെ ഉണ്ടാക്കുന്ന മയോണൈസും ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഇങ്ങനെ മയോണൈസ് ഇട്ടാക്കുക. അപ്പോൾ കഴിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാവുമ്പോൾ ഹെൽത്തിയാണ് കേട്ടോ. പാലും പിന്നെ അതുപോലെ ഉരുളൻകിഴങ്ങും അല്ലേ, പിന്നെ സൺഫ്ലവറും ഇല്ല, കോഴിമുട്ട പുഴുങ്ങിയത് ഉണ്ടാക്കണതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചിക്കനും അതുപോലെ ഞാൻ എണ്ണയിലൊന്നും വേവിച്ചെടുക്കല്ലേ ചെയ്യണേ. കുക്കറിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വിസിലടിച്ചാലേ വേവ് കിട്ടും. പിന്നെ അതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് സവാള ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുകയാണ്, ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ 3 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ എത്ര എന്നുള്ളതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലില്ലാത്ത കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ടാണ് എടുത്താണ്. അപ്പം ഇന്ന് പത്തിരി ഉണ്ടാക്കണം, കറിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഇത് നോമ്പറക്കുമ്പോൾ തരിക്കഞ്ഞോ പിന്നെ ഇതോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നോമ്പറക്കുമ്പോൾ കഴിച്ചാൽ പിന്നെ കിടക്കുന്ന സമയത്താട്ടോ. അപ്പോൾ ഈ പത്തിരി ആണെങ്കിലോ ചോറാണെങ്കിലോ എന്താണെങ്കിലോ അപ്പോൾ ആ നേരത്ത് കഴിക്കലാണ്. അപ്പോൾ ചോറ് തിന്നണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടികൾ ഉണ്ടാക്കണില്ല, എന്ന് ചോറാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതാ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് വല്ലാതെ ഇങ്ങോട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിനൊന്നും ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. അപ്പോൾ ഇതിലേക്കുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലുണ്ട് വയന്ന് കളറൊന്നും മാറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം അതൊരു ബൗളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്, കൂടുതൽ എണ്ണ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള കടി ലേറെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും ഉണ്ടാക്കലില്ല. നമ്മൾ നോമ്പറക്കുന്ന സമയത്ത് മക്കൾക്ക് ഒന്നോ രണ്ടെണ്ണമൊക്കെ കഴിക്കാനുള്ള ഒരു സമൂസ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു എണ്ണക്കടി ഉണ്ടാക്കൽ. അപ്പോൾ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മക്കൾക്കാണെങ്കിലും നോമ്പറക്കുമ്പോൾ ഭയങ്കര ഒരു പൊറുതിയേടാണ്. അപ്പോൾ അതാ നമ്മൾ ആ ചിക്കനും സവാള വാട്ടിയൊക്കെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടി അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മയോണൈസ് ഉണ്ടല്ലോ അടിച്ച് വെച്ചിട്ടുള്ള ഉരുളങ്കിഴങ്ങിൻ്റെ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ സവാള വാട്ടുമ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കിഴങ്ങ് വേവിക്കുമ്പോഴും അതുപോലെ ചിക്കനിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ പൊടിയൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മൈദപ്പൊടിയാണ് കേട്ടോ. അതിൽ ഉപ്പും വെള്ളവും ചേർത്ത് കാണ്ട് കുഴച്ചെടുത്താൻ കേട്ടോ. പിന്നെ കുഴച്ചെടുത്താൽ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കണ പോലെ തന്നെ കുഴച്ചെടുത്തുകാണ്ട് ഒന്ന് നീട്ടിക്കാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്രസ് അമർത്തിക്കാണ്ട് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് റെഡിയാക്കി എടുക്കാനുള്ളൂ കേട്ടോ. എളുപ്പമാണ് ഇത്. പിന്നെ ആവിക്കാണേനും നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണൻ്റെ ചിലവൊന്നുമില്ല. അപ്പോൾ ഇന്ന് വേറെ എണ്ണക്കടിയായിട്ടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. അപ്പോൾ ഇതാ മോള് കൂടെ ഉണ്ട് കേട്ടോ. മോളാണെങ്കിൽ കുപ്പായം ഇട്ടിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ ഓളിങ്ങനെ ഒപ്പം നടന്നുങ്ങാണ്ട് നിൽക്കും. ഇത് കുപ്പായിട്ട് പോയെന്ന് പറഞ്ഞാലും കേൾക്കൂല കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അത് നമ്മൾ ഇതിങ്ങനെ പരത്തിയെടുത്തുകൊണ്ട് ഇതിൽ ഓരോന്നിലും ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഏറിപ്പോയിട്ട് അങ്ങനെ പൊടി കുഴക്കണ സമയത്ത്. അപ്പോൾ ഒന്നും പ്രശ്നമില്ല, കൂടുതലായിട്ട് ഓവറായിട്ട് ഇല്ലേനും അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ പിന്നെ പരത്തി എടുക്കണമൊന്നുമില്ല. പരത്തി എടുത്തിട്ട് വേണമെന്നതിന് ഉണ്ടാക്കാം, അതുപോലെ അമർത്തി എടുത്തിട്ട് ഉണ്ടാക്കാം. പിന്നെ ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം. അതുപോലെ ഫില്ലിങ്സിൽ ഇനി ഇതിൽ ക്യാപ്സിക്കം എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യട്ടോ. അപ്പം ഞാനിതിൽ ഈ ചിക്കനും സവാളയും മാത്രമായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ മോമോസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടുതലും അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇടാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒരു ദരിവാക്കിയിട്ട് ഇങ്ങനെ ഉണ്ട് കൂട്ടി പിടിച്ചിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ വളരെ ഈസിയാണ്. എന്നാൽ എണ്ണൊന്നും ഇല്ലാതെ തന്നെ. പിന്നെ ഈ മാവ് ഇങ്ങനെ കട്ടിയില്ലാതാവണമാണ് കേട്ടോ ഏറ്റവും രുചിയുണ്ടാവുക കഴിക്കാൻ. മാവ് കൂടുതൽ കട്ടിയാവുമ്പോൾ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു കട്ടി പോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ മാവ് കൂടുതൽ കട്ടിയാവുമ്പോൾ കഴിക്കാനൊരു വലിയൊരു ഷാറുണ്ടാവില്ല. അപ്പോൾ അതാ അത്യാവശ്യം പരത്തിയിട്ട് കണ്ട് എടുത്തിട്ടാണ് അതുപോലെ ഉണ്ടാക്കാൻ. പിന്നെ ഇത് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കേട്ടോ കുഴച്ചെടുക്കണം. ഞാൻ ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം, അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. എളുപ്പം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ആവിക്കാണല്ലോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തട്ടുണ്ടല്ലോ, ആ തട്ടിലൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടാണ്, ഓയിലും തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പോവും ചെയ്യൂല, എളുപ്പമാവും ചെയ്യട്ടെ. 5 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ ഒന്ന് ഉഷാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ ഒക്കെ റെഡിയാക്കി വെച്ചിങ്ങാണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ അടുപ്പത്തേക്ക് അത് കത്തിച്ചിങ്ങാണ്ട് ഇതിലേക്ക് മുന്തിരി ഒന്ന് വേവിച്ചെടുക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മുന്തിരിയാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ മുന്തിരി ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. പിന്നെ നമ്മൾ ഈ മുന്തിരിയൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ. വെള്ളത്തിലിട്ട് വെക്കണം. ഒന്ന് കുറച്ച് നേരമെങ്കിലും ഒരു 5-10 മിനിറ്റെങ്കിലും ഒരു കുറച്ച് നേരം ഉപ്പിട്ടുകാണ്ട് വെള്ളത്തിലിട്ട് വെക്കുക. അതിൽ മഞ്ഞൾപ്പൊടി ഇടുന്ന അത്രയും നല്ല കേട്ടോ. അപ്പോൾ കീടനാശിനികൾ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് ആവിക്ക് വേവിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അതല്ലേ ഇതിങ്ങനെ പാത്രത്തേക്ക് സെറ്റാക്കി വെക്കണം. അപ്പോൾ മുന്തിരി അപ്പോൾ പോലെ വന്നിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മുന്തിരി ചൂടാറിയതിന് ശേഷമാണ് ജ്യൂസ് അടിക്കാൻ. അപ്പോൾ അതാ നമ്മളെ മോമോസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ തക്കാളി സോസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കുട്ടികളെ എന്നും പറയണ്ട കേട്ടോ നോമ്പറക്കുമ്പോൾ. ഇപ്രാവശ്യം തക്കാളി സോസ് ഉണ്ടാക്കിയില്ല. പേടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ട് വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അവർക്ക് തക്കാളി സോസ് കൂട്ടി കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് മയോണൈസ് ഉണ്ട് കൂട്ടിയിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് തരിയും കൂടി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ചോറ് വെക്കുന്നുണ്ട്. രാത്രി ഇന്ന് ചോറാണ് കഴിക്കുന്നത്, കടി വേറെ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെച്ച് വെള്ളം തിളച്ച് അരി ഇട്ടെടുക്കാണ്ട് പോന്നിട്ടുണ്ട്. പിന്നെ അതാ ജ്യൂസ് അടിക്കാനുള്ളത്. അപ്പോൾ ഫാനിൻ്റെ ചോട്ടൊക്കെ വെച്ച് ചൂടാറി തണുത്തതിൻ്റെ ശേഷം ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വേവിച്ചടിച്ചെടുക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനത് കൂടുതലൊന്നും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക ഐസും കട്ടയുടെയോ ഒന്നും ചെയ്യലില്ല. കാരണം ഇപ്പോൾ തൊണ്ടവേദനയും അസുഖങ്ങളാണൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പം ഇനി ഈ ഐസും വെള്ളം കുടിച്ചിട്ടും ഇതൊക്കെ ആയിട്ട് വീണ്ടും തൊണ്ടവേദനയും കഫക്കെട്ടൊക്കെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ അങ്ങനെ ചെയ്യാൻ നിൽക്കലില്ല കേട്ടോ. അപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് നോമ്പറക്കാതെ നമ്മുടെ സമയത്ത് തന്നെയാണ് ഞാൻ ജ്യൂസ് അടിക്കുന്നത്. ഇനി കൂടുതൽ ടൈമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അപ്പം ഇനി നോമ്പറത് കെടുക്കുന്ന സമയത്താട്ടോ ചോറ് നിന്നാലും ഞാനിപ്പോൾ ഈ ചമ്മന്തി പരച്ച് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതിക്ക്
ഒരു 4-5 കഷ്ണം മാങ്ങ ഉപ്പിലിട്ടാണ് കേട്ടോ, സുർക്കയിലിടൂല, അതെടുത്തുക്കണ്. അതും ഒരു 2-3 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളക് ഉണ്ടല്ലോ ക്രഷ് ചെയ്തത്, അതും കൂടി എടുത്തുക്കണ്. അതും കൂടി ഇട്ട് കൊടുത്തുക്കണം നന്നായിട്ട്. എന്താ അപ്പോൾ അതിന് ഉപ്പ് ഇട്ടുകൊണ്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ മാങ്ങ അങ്ങനെ ചേർന്ന് നല്ല ഈ വറ്റൽമുളകൊക്കെ വന്നപ്പോൾ നല്ല രുചിൻ്റെ ചമ്മന്തിക്ക് നല്ല എരിവും ചൊടിയൊക്കെ ഉള്ള നല്ല അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ പച്ചമാങ്ങ ഇട്ടിട്ട് ഞാനിതുപോലെ അരക്കലുണ്ട് കേട്ടോ. പച്ചമാങ്ങ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരച്ചത് പച്ചമുളക് ഇട്ടിട്ട് നല്ല സൂപ്പർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പച്ചമാങ്ങ ഇല്ല, അപ്പോൾ കുറച്ച് ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങ കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി വെക്കലും ബാങ്ക് കൊടുക്കലും ഒപ്പായി. അപ്പോൾ ഇതിന് ടേബിളുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെയും കൂടി. അപ്പോൾ അതാ കുറച്ച് പച്ചമുന്തിരി ഉണ്ട്, പിന്നെ അതുപോലെ നമ്മൾ തരി കാച്ചിയത്, മോമോസ്, പിന്നെ കുറച്ച് മയോണൈസ് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മയോണൈസ് ഇങ്ങനെ കഴിക്കണതിനൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മതി, അതുപോലെ അങ്ങനത്തത് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് മക്കൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. മോമോസ് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി, എന്നാൽ പിന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കണേ കഴിക്കണതല്ല കേട്, ഇതുപോലെ ആക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓരോ ദിവസം എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആക്കി കൊടുക്കുന്നതാണ് എങ്ങനെയെങ്കിലൊക്കെ. പിന്നെ ഓർക്ക് ഇഷ്ടമായ പിന്നെ അങ്ങനെ അങ്ങനത്തെ ഉണ്ടാക്കിക്കൊണ്ട് എന്താ പറയും. അപ്പം ഞാൻ പിന്നെ നോമ്പറക്കൽ ഇനി 2 മോമോസ് കഴിച്ചിട്ടാണ്. പിന്നെ എന്താ വിചാരിച്ച് നല്ല ചൂട് കൊടുക്കാൻ ലേശം ചോറുന്നാന്ന് വിചാരിച്ചു. പിന്നെ കിടക്കുമ്പോൾ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്നങ്ങാണ്ട് ഞാൻ ഒരു കോഴിമുട്ട പൊരിച്ചാൽ ചോറ് നട്ടെ വിചാരിച്ചിട്ട് മോൾക്കും കൊടുക്കാന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തിക്കുന്ന ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിങ്ങാണ്ട് അതിന് മുളക് കുറച്ച് ഉപ്പും പിന്നെ ക്രഷ് ചെയ്ത വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തിൽ ഇപ്പോൾ ചോറ് കൂട്ടി വെച്ചത് നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു ചൂടുള്ളൊരു ചമ്മന്തി ഉണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടിയിട്ട് ചോറുന്നാൽ നല്ല പൂതി കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കുമ്പോൾ ചോറ് തിന്നണില്ലല്ലോ, ചോറ് ഉണ്ടാക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂതി. അവരൊക്കെ പിന്നെ കെടുക്കാൻ നേരത്തായിട്ട് തിന്നോളും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ഇതാ ചോർക്ക് കൂട്ടാനായിട്ട് പപ്പടം പൊരിച്ചതുണ്ട്, നമുക്ക് ഇന്നലത്തേന് കേട്ടോ. പിന്നെ അതുപോലെ നല്ല നല്ല വറുത്തരച്ച സാമ്പാറുണ്ട്. എൻ്റെ മോനക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എക്കാക്കും മൂത്ത മോനക്കും. അപ്പോൾ അതുണ്ട്, പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനത്തെ കൂട്ടാനുകളൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. മാലാൻ പൊരിച്ചതൊക്കെ ഉണ്ട്, ഒക്കെ ഇന്നലത്തേന് കുഴപ്പമൊന്നുമില്ല, ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ. പിന്നെ ആ തണുപ്പ് പോകാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഇത് ചൂടാക്കണേക്കാണ് നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒന്നും ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ കഴിച്ചാൽ. അപ്പോൾ ഇതാ നമ്മൾ ചമ്മന്തി അരച്ചതുകൊണ്ട് പിന്നെ ഇത് കൂട്ടിയിട്ട് നമ്മൾ ചോറ് നട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു വന്നിട്ട് എന്നും ചാടിക്കലും ഇതൊക്കെ കേട്ടോ ഒന്നേ ലക്ഷം. അപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ ചൂട് കൊടുക്കുന്ന ലേശം ചോറുന്നാന്ന് വിചാരിച്ച്. പിന്നെ കെടുക്കാൻ നേരത്തൊന്നും തിന്നണ്ടല്ലോ. പിന്നെ നമ്മളൊരു ഒന്നരക്ക് ഒരു ചോറ് എടുത്തിട്ടുണ്ടല്ലോ, ഇത് കുറഞ്ഞ ചോറുണ്ടല്ലോ, അധികമാണ് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല രസം. അപ്പോൾ എനിക്ക് കറിയോ മീനോ എന്തുണ്ടായാലും അത്ര ചോറുന്നാൻ തോന്നില്ല. ഇതുപോലെ ഒരു ചമ്മന്തി കണ്ടിട്ടുണ്ടെങ്കിൽ ചോറുന്നാൻ നല്ല പൂതിയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കോഴിമുട്ട പൊരിച്ചതും ഉണ്ടല്ലോ, രസമാണ് കേട്ടോ. അങ്ങനെ അതുപോലെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ്. കോഴിമുട്ട ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എരിവും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇരുമ്പുളിൻ്റെ അച്ചാറുണ്ടല്ലോ, നല്ല രുചിയാണ്, അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കാനാണ്. പിന്നെ മോളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പപ്പടം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം ചമ്മന്തിയൊക്കെ കുഴച്ച് അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിക്കട്ടെ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഉള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.